എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൽ നിന്നുള്ള MCQ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ പാർട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ IEയുടെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് ഇപ്പം റണ്ണിങ് ആണ്. എല്ലാ ദിവസവും നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകളുണ്ട്. പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് PSC മുൻപ് ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് പോലെയുള്ള പരീക്ഷകൾക്ക്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെയുള്ള പരീക്ഷകൾക്ക് എല്ലാം തന്നെ PSC മുൻപ് ചോദിച്ചിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പരമാവധി പോസിബിൾ ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്താൽ അത് വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും. പെർ മൊഡ്യൂൾ 400 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ -1 to 1 1/x² dx എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ വാല്യൂറ്റ് ചെയ്യാം? 1/x² ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ 1/x² dx എന്ന് പറഞ്ഞാൽ അത് -1/x ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1/x² ഇൻ്റഗ്രൽ -1/x ആണ്. ഓവർ ദ ലിമിറ്റ് -1 മുതൽ 1 വരെ. അപ്പർ ലിമിറ്റ് കൊടുത്താൽ -1/1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു -1 ഉണ്ട്, ഡിവൈഡഡ് ബൈ എക്സിന് പകരം ഒരു -1 കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/1 എന്ന് പറഞ്ഞാൽ -1 ആണ്. 3 മൈനസുകൾ ചേർന്ന് നെറ്റ് എഫക്റ്റ് മൈനസ് ആണ്. 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും, ഒരു മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും. 1/1 എന്ന് പറഞ്ഞാൽ 1 വരും. -1 എന്ന് പറഞ്ഞാൽ -2 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി -2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x മൈനസ് ഓഫ് 1 + x + x²/2 ഹോൾ ബൈ x³ എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ഇവിടെ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കി നോക്കാം. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 0/0യോ ∞/∞യോ ഇതുപോലുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എൽ ഹോസ്പിറ്റൽസ് എന്ന് എഴുതുന്നുവെങ്കിലും ലോപ്പിത്താൽ എന്നാണ് പറയേണ്ടത്. എനിവേ നമ്മൾ ഒന്ന് ലിമിറ്റ് കൊടുത്ത് നോക്കണം. അതിന് മുമ്പ് ജസ്റ്റ് ഈ മൈനസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x മൈനസ് ഉള്ളിലേക്ക് വന്നാൽ -1 - x -x²/2 ഹോൾ ഡിവൈഡഡ് ബൈ x³ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എക്സിന് 0 കൊടുത്താൽ e⁻0 എന്ന് പറയുന്നത് 1 ആണ്. -1 -0 -0, അപ്പോൾ 1 - 1 ന്യൂമറേറ്ററിൽ എന്താവും? 0 ആവും. താഴെ 0³ 0. അപ്പോൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 0/0 ആണ് കിട്ടുന്നത്. അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇൻഡിറ്റർമിനേറ്റ് ആയതുകൊണ്ട് തന്നെ ലോപ്പിത്താൽ ഉപയോഗിക്കണം. ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ സെപ്പറേറ്റ്ലി അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. അതാണ് ലോപ്പിത്താൽ റൂൾ അല്ലേ? സോ ലിമിറ്റ് x ടെൻസ് ടു 0 മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ, 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, x² ഡെറിവേറ്റീവ് 2x/2 അവിടെ ഓൾറെഡി ഉണ്ട്. താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x³ ഡെറിവേറ്റീവ് 3x². 2 ക്യാൻസലായി. വീണ്ടും ലിമിറ്റ് കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ e⁻0 1 -1, എക്സിന് 0 ആയതുകൊണ്ട് -0 എഴുതേണ്ട ആവശ്യമില്ല. 3 × 0² 0. വീണ്ടും 0/0 ഇൻഡിറ്റർമിനേറ്റിലേക്കാണ് വരുന്നത്. Again you should have to take the derivative of numerator and denominator അല്ലേ? അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് എന്നാണ് ലോപ്പിത്താൽ റൂൾ പറയുന്നത്. അഗെയിൻ e⁻x ഡെറിവേറ്റീവ് e⁻x 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോവും. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. 3 × x² ഡെറിവേറ്റീവ് 2x വരും. വീണ്ടും ലിമിറ്റ് കൊടുത്താൽ e⁻0 1 -1 3 × 2 × 0 0. വീണ്ടും 0/0 ഇൻഡിറ്റർമിനേറ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും പറ്റില്ല. എഗെയിൻ യു ഷുഡ് ഹാവ് ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ, 1ന്റെ ഡെറിവേറ്റീവ് 0/3 × 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. ഇപ്പോൾ 6 വരും അല്ലേ? സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. എക്സിന് 0 കൊടുത്താൽ e⁻0 1 -0 എന്ന് പറഞ്ഞാൽ 1/6. ഇപ്പോഴാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷ് ആയത് 1/6 എന്നുള്ള ആൻസറിലേക്ക് എത്തിയപ്പോൾ. അതുവരെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കേണ്ടി വന്നു അല്ലേ?
എൽ ഹോസ്പിറ്റൽസ് റൂൾ പ്രകാരം. സോ ആൻസർ വന്നത് 1/6 ആണ്. ഓപ്ഷൻ ബി 1/6 ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിയോളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx is equal to 1 plus y² into x. വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. dy/dx is equal to 1 plus y² into x എന്നാണ് ചോദ്യം. എക്സ് ഒക്കെ ഒരുമിച്ചാക്കാം. ഇപ്പം 1 plus y² താഴേക്ക് എടുത്താൽ dy/1 plus y² ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി എക്സ് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. ഓക്കെ, അതായത് 1 plus y² താഴേക്ക് എടുത്തു, ഡി എക്സ് നേരെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എക്സ് ഒക്കെ ഒരു സൈഡിലായിട്ടുണ്ട്, വൈ ഒക്കെ മറ്റൊരു സൈഡിലായിട്ടുണ്ട് അല്ലേ. വേരിയബിൾസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രൽ 1/1 plus y² എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് y ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ സി ആഡ് ചെയ്യണം, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. യെസ്, അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എന്ന് ഉത്തരം വേണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അപ്പുറം പോയാൽ ടാൻ ആവും ഓഫ് x²/2 പ്ലസ് സി. സോ ടാൻ ഓഫ് x²/2 പ്ലസ് സി ആണ് ആൻസർ വരിക. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, ടാൻ ഓഫ് x²/2 പ്ലസ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഒരേപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് ഓപ്ഷനിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, ഞാൻ തിരുത്തുന്നുണ്ട്. ഈ ടാൻ ഓഫ് x²/2 പ്ലസ് സി തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് ഫസ്റ്റ് ഓപ്ഷനിൽ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഓപ്ഷൻ വരിക. x²/2 കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും തമ്മിലൊന്ന് ശ്രദ്ധിച്ചോണേ. ടാൻ ഓഫ് x²/2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ് സി എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ, കാരണം ബ്രാക്കറ്റിനുള്ളിൽ തന്നെ പ്ലസ് സി വരണം. ടാൻ x/2 പ്ലസ് സി അല്ല, ടാൻ² x²/2 പ്ലസ് സി അല്ല, നമുക്ക് വരുന്ന ടാൻ ഓഫ് x²/2 പ്ലസ് സി ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ഡി, ടാൻ ഓഫ് x²/2 പ്ലസ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, ചോദ്യം ഇതാണ്. dy/dx is equal to ky എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവിടെ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ, ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. y(0) എന്നുള്ളത് c ആണ്. ഓക്കെ, എങ്ങനെ ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ആണ്, y താഴേക്ക് എടുക്കാം. dy/y is equal to k into dx എന്ന് വരും. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. dy/y എന്ന് പറഞ്ഞാൽ 1/yയുടെ ഇൻ്റഗ്രൽ ലോഗ് y. സോ kxൻ്റെ ഇൻ്റഗ്രൽ k ഇൻറ്റു ഡി എക്സ് എന്ന് വരും, അത് kx എന്ന് വരും അല്ലേ. ഇൻ്റഗ്രൽ k dx എന്ന് പറഞ്ഞാൽ k ഇൻറ്റു ഇൻ്റഗ്രൽ dx ആണ്. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ സി ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇവിടെ സി അവർ ഒരു കണ്ടീഷനായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ C1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. കാരണം സി അവർ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ C1 എന്ന് കൊടുക്കുകയാണ്. ദെൻ അത് ശ്രദ്ധിച്ചോണേ, ക്വസ്റ്റ്യനകത്ത് അവർ സി തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കയ്യിൽ നിന്നിട്ട് കൊടുക്കുന്ന കോൺസ്റ്റൻറ്റ് സി പാടില്ല, കാരണം ക്വസ്റ്റ്യനിൽ സി മെൻഷൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ C1 കൊടുക്കുകയാണ്. ഇനി ഈ C1 കണ്ടുപിടിക്കണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇനിഷ്യൽ കണ്ടീഷൻ. y(0) ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സിൻ്റെ പ്ലേസിൽ, ജനറലി y(x) എന്നാണല്ലോ എഴുതുക, എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ വൈയുടെ ആൻസർ എനിക്ക് സി കിട്ടും എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്തേ. ലോഗ് വൈയുടെ ആൻസർ 0 വരും, k ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ വൈയുടെ ആൻസർ സി വരും, k ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ? 0 കൊടുത്താൽ പ്ലസ് C1. അതായത് ലോഗ് സി ഇസ് ഈക്വൽ ടു k ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 പ്ലസ് C1 എന്ന് പറഞ്ഞാൽ C1. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ ലോഗ് സി ആണ്. അത് നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? അത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. തൊട്ട് മുൻപ് എഴുതിയ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. C1 എന്ന് പറഞ്ഞാൽ ലോഗ് സി ആണ്, അത് ഈ C1ൻ്റെ പ്ലേസിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താണ് വരിക എന്ന് പറഞ്ഞേ? ലോഗ് y ഇസ് ഈക്വൽ ടു kx പ്ലസ് C1ന് പകരം ലോഗ് സി. ലോഗ് സിയും കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കാം. ലോഗ് y മൈനസ് ലോഗ് സി ഇസ് ഈക്വൽ ടു kx. ഇത് ലോഗരിതമിക് ഐഡൻറ്റിറ്റി ആണ് അല്ലേ. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലോഗ് a/b ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ലോഗ് y/c ഇസ് ഈക്വൽ ടു kx എന്ന് വരും. ദെൻ ലോഗരിതം അപ്പുറം പോയാൽ എക്സ്പൊണൻഷ്യൽ ആവും അല്ലേ. ലോഗ് a ഇസ് ഈക്വൽ ടു b ആണെങ്കിൽ അവിടെ a എന്ന് പറയുന്നത് e റൈസ് ടു b ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് പ്രകാരം ലോഗ് വൈ ബൈ സി കെ എക്സ് ആണെങ്കിൽ അവിടുന്ന് വൈ ബൈ സി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു കെ എക്സ് വരും. ഇനി സി ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ വൈ ഇസ് ഈക്വൽ ടു സി ഇ റൈസ് ടു കെ എക്സ് എന്നാണ് ആൻസർ വരിക. വൈ ഇസ് ഈക്വൽ ടു എന്താണ്? സി ഇ റൈസ് ടു കെ എക്സ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. വൈ ഇസ് ഈക്വൽ ടു സി ഇ റൈസ് ടു കെ എക്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. I is equal to integral 0 to 1 sin inverse whole square by root 1 minus x square dx. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കാരണം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1 by root 1 minus x square പരിസരത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഐ എം ഗോയിങ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഡെറിവേറ്റീവ് 1 by root 1 minus x square dx എന്നുള്ളത് du ആവും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ if you are going with substitution method in definite integral, you should have to change the limit. ലിമിറ്റ് മാറ്റണം. കാരണം നിലവിൽ എക്സിൻ്റെ ലിമിറ്റാണ് ചോദ്യത്തിലുള്ളത്. ഇനി നമുക്ക് യുവിൻ്റെ ലിമിറ്റിലേക്ക് അത് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. യുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ ഇൻവേഴ്സ് യു ആണ്. അപ്പോൾ പുതിയ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എക്സിന് പഴയ ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. സൈൻ ഇൻവേഴ്സ് പഴയ ലോവർ ലിമിറ്റ് 0 ആണ്. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ യു ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് പഴയ അപ്പർ ലിമിറ്റ് 1 ആണ്. അത് സൈൻ ഇൻവേഴ്സ് എക്സിന് 1 കൊടുത്താൽ മതി. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ സൈൻ 0 0 ആണ്, സൈൻ 90 ആണ് 1. സൈൻ ഏത് ആംഗിളാണ് 1 വരുന്നത്? 90 ആണ് 1 വരുന്നത്. ഓപ്ഷൻസിലെല്ലാം റേഡിയൻസിലാണ് നിൽക്കുന്നത്, പൈ ഉള്ളത് കൊണ്ട്. ഇപ്പോൾ പൈ ബൈ 2 എന്നുള്ള രീതിയിൽ എഴുതുക. 90 ഡിഗ്രീസ് അല്ല, പൈ ബൈ 2 റേഡിയൻസ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മാറിയത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ എങ്ങനെ വരും? ലോവർ ലിമിറ്റ് 0 തന്നെ, അപ്പർ ലിമിറ്റ് പൈ ബൈ 2, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ യു ആയി, അത് സ്ക്വയർ എടുത്തിട്ടുണ്ട്. 1 by root 1 minus x square dx എന്നുള്ളത് ഡി യു ആയി. ഓക്കെ, യു സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ യു ക്യൂബ് ബൈ 3 ഓവർ ദ ലിമിറ്റ് 0 to പൈ ബൈ 2. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണമെന്നില്ല, -0 എന്നേ വരുള്ളൂ. അപ്പർ ലിമിറ്റ് കൊടുക്കുക. പൈ ബൈ 2ൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. സോ പൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഹോൾ ബൈ 3 വരുന്നുണ്ട്. എ ബൈ ബി ബൈ സി എന്ന് പറഞ്ഞാൽ എ ബൈ ബി സി ആണ്. പൈ ക്യൂബ് ബൈ 8 into 3 എന്ന് വരും. സോ പൈ ക്യൂബ് ബൈ 24 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ, പൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 24 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ പാറ്റേണിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. സോ അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. സോ അപ്പോൾ നമുക്ക് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.